നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നൂഡിൽസാണ്. ചിക്കൻ നൂഡിൽസാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന റെഡിമെയ്ഡ് നൂഡിലല്ല, നമ്മൾ ജസ്റ്റ് നൂഡിൽ ബോയിൽ ചെയ്തിട്ട് ചിക്കൻ നൂഡിൽ ഉണ്ടാക്കുന്ന വളരെ സിമ്പിൾ മെത്തേഡാണ്. ഒരു 2 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന, ഫാസ്റ്റായിട്ട് തീർന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ അല്പം വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം നൂഡിൽസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള കുക്കിംഗ് ആണെന്ന് ഇവിടെ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളെപ്പോഴും നൂഡിൽസ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തിളച്ചതിന് ശേഷം നമ്മൾ നൂഡിൽസ്, നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള നൂഡിൽസ് അതിലേക്ക് 250 ഗ്രാം അതിലേക്ക് ഇടാണ്. ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തും വിനേഗറൊക്കെ ഒഴിച്ചു കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചെയ്യാം. നമ്മളിതിൽ വെജിറ്റബിൾ ഓയിൽ മാത്രമേ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊരു 20 മിനിറ്റ് കുക്കാവണം. ഓരോരോ ഇതിനും ഓരോ ഇതാണ്, ചില കമ്പനികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ 20 മിനിറ്റോളം കുക്കാക്കിയിട്ടുണ്ട് ഈ നൂഡിൽസ്. അത് കുക്കായതിന് ശേഷം നമ്മൾ അതിനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാണ്. സ്ട്രെയിനറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലിരുന്ന് അതിൽ ശരിക്കും ഹീറ്റായിട്ടുള്ള സംഭവം ചൂടുവെള്ളത്തോട് ചെല്ലുമ്പോൾ അത് ഓവർ കുക്കാവാൻ സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് അല്പം പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ തണുത്തിട്ടാണ് ശരിക്കും ഇതിനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഈ സമയത്ത് അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് ഒന്നും കൂടി നമ്മൾ മിക്സ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ചൂട് ശരിക്കും പോയി നമ്മളത് മാറ്റി വെച്ചു. നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ 4 ടേബിൾ സ്പൂണോളം വെജിറ്റബിളും എല്ലാം ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം ബട്ടറും ഇട്ട് കൊടുത്താൽ ശരിക്കും നമ്മുടെ പാനിലൊന്നും പിടിക്കാതെ നമുക്ക് ശരിക്കും നല്ല ഭംഗിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നൂഡിൽസ് വരും. ബട്ടർ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 മുട്ട, നമ്മൾ 2 മുട്ട നേരത്തെ പൊട്ടിച്ച് വെച്ചത് ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഓയിൽ ശരിക്കും ചൂടായി വരുമ്പോൾ മാത്രം അത് മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ സോഫ്റ്റായിട്ടൊന്ന് ചിക്കി പറിച്ചെടുത്തതിന് ശേഷം ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ് ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുക. ബീൻസ് 3 എണ്ണം, ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ പകുതി, ക്യാബേജിൻ്റെ ചെറിയൊരു പീസ്. ഇത്രയും നമ്മൾ നീളത്തിൽ ജൂലീനായിട്ടാണ് വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു. നമ്മൾ വളരെ സ്ലോ ഫയറിൽ തന്നെ ഇതിനെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം. 2 മുട്ട, ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, നൂഡിൽസ് ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ചിക്കൻ സ്പ്രെഡ് ചെയ്യാണ്. നമ്മൾ വെറുതെ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള ചിക്കൻ, ചെറിയൊരു പീസ്, ഒരു 50 ഗ്രാമോളം ചിക്കനാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ അല്പം ഉപ്പും അല്പം വൈറ്റ് പെപ്പറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നീളത്തിൽ വളരെ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ 4 പോലെ ആക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നൂഡിൽസ് പോലെ തന്നെ കിടക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. ഇനി ഇതിൻ്റെ മസാലകൾ നമ്മൾ ചേർക്കുകയാണ്. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസ്, 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇട്ടിരിക്കുന്നത്, വൈറ്റ് പെപ്പർ ഇട്ടാലും മതി. 1/4 ടേബിൾ സ്പൂണോളം ബ്ലാക്ക് പെപ്പർ. ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാല. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നമുക്ക് സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് ഏറ്റവും അവസാനം ഉപ്പിടാവുള്ളൂ. ശരിക്കും നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. പഞ്ചസാര എപ്പോഴും നമ്മളിതിൽ വളരെ കുറച്ചായിട്ട് ചേർക്കണം. ആ ഒരു ഉപ്പിൻ്റെയും മധുരത്തിൻ്റെയും ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടും. ശരിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര എന്തായാലും നമ്മളിതിലിടണം. അല്പം കൂടി ബട്ടർ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല രീതിയിൽ മിക്സ് ആയി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇട്ടാണ് ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മസാല സോയാ സോസ്, വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ, അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ, സാൾട്ട്, പഞ്ചസാര. ഇത്രയാണ് നമ്മൾ ആകെ നൂഡിൽസിന് വേണ്ടി ചേർക്കേണ്ട മസാലകളുള്ളൂ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കനും മുട്ടയും ജസ്റ്റ് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള നൂഡിൽസാണിത്. എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. കൂടുതലായിട്ടുള്ള മസാല ഒന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ചൈനീസ് സ്റ്റൈലിൽ ഓവർ മസാലകളല്ല, ഉള്ള മസാലകൾ അത്യാവശ്യം നല്ല ഒരു ഇതായിട്ട് തന്നെ നമുക്കിപ്പോൾ അല്പം പഞ്ചസാര, നമ്മൾ ഒരു നുള്ളു പഞ്ചസാര എന്തായാലും നമ്മൾ ഈ നൂഡിൽസ് ചേർക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അല്പം ബട്ടർ എടുത്തുണ്ടാക്കുമ്പോൾ ശരിക്കും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് സോയാ സോസ് ഒഴിച്ചതിന് ശേഷം മാത്രം ഉപ്പിടുക. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ശരിക്കും അളവ് മനസ്സിലാവും. അല്പം ഉപ്പ് മാത്രമേ എപ്പോഴും ചൈനീസിൽ ഇടാൻ പാടുള്ളൂ. നമ്മുടെ എല്ലാ മിസംബ്ലിയും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പാൻ ഓൺ ആക്കുക. അതാണ് നമ്മൾ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിന് ഓവറായിട്ട് മസാല ഒന്നും വരില്ല, നല്ല കാണാൻ നല്ല ഗ്ലേസിംഗ് ഉള്ളൂ. നമുക്ക് ഒരുപാട് ഓവർ മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊക്കെ ഒരുപാട് ഇതായിട്ട് കിട്ടുന്ന നല്ലൊരു ഇത് തന്നെയാണ് നമ്മൾ ഇന്നോട് ചെയ്തിരിക്കുന്ന ചിക്കൻ നൂഡിൽസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.